ഈ തെരഞ്ഞെടുപ്പ് കാലം പൊതുവിൽ മനുഷ്യരുടെ കിളി പോകുന്ന കാലം കൂടിയാണ്. ഈ കിളി പറക്കൽ സൂപ്പറായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ സാബുവിൻ്റേതാണ്. സാബു വലിയൊരു വ്യവസായിയും കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും ഒരു വ്യവസായ പ്രമുഖനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അധിക സമ്മർദ്ദമോ മറ്റു പ്രയാസങ്ങളോ വരുമ്പോൾ ഒരു തമാശയ്ക്കായി പോയി നമ്മൾ നോക്കാറുള്ളത് സാബുവിൻ്റെ സംഭാഷണങ്ങളാണ്. ആരെയും ഏത് സന്ദർഭത്തിലും റിലാക്സ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം കണ്ടുപിടിച്ച ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ പോലും തോൽപ്പിക്കും വിധം, നമ്മളൊക്കെ പറയില്ലേ ജഗതിയുടെ ശിഷ്യനാണ്, അടൂർ ഭാസിയുടെ ശിഷ്യനാണ് എന്നൊക്കെ പറയുന്നത് പോലെ, ഈ കണ്ടുപിടിച്ച ശിഷ്യഗണങ്ങൾ ഈ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ വളരെ കേമന്മാരായി കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഏതായാലും ആദ്യം ഗുരുവിനെയും പിന്നെ അത് കഴിഞ്ഞ് ഒരു ശിഷ്യയെയും ഒന്ന് കേൾക്കാം. ദേ ഗുരുവിനെ കേട്ടോളൂ. എന്നെ സംബന്ധിച്ച് ഒരു സ്ഥാനം കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരം കിട്ടുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കേരളത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അല്ലാഹു, അതുകൊണ്ട് കേട്ടില്ല, എത്രയോ നല്ലൊരു മനുഷ്യനാണ്. പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുന്നതിലല്ല, ഈ കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ ഞെരിഞ്ഞമർന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെങ്കിലും കേരളത്തിനെ പുള്ളിക്കൊന്ന് രക്ഷിക്കണം. കേരളമാണെങ്കിൽ പുള്ളിയെ നോക്കി സാബുവെ രക്ഷിക്കോ 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 എന്ന് വിളിച്ചു പോകുന്നു. അത് കേട്ട് പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. എന്നാൽ കേരളത്തെ ഉപേക്ഷിച്ച് തെലുങ്കാനയിലോ ആന്ധ്രയിലേക്കോ പോകാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പോയതാണ്. പക്ഷേ രാത്രി സമയങ്ങളിൽ പല ദിവസങ്ങളിലും കേരളം സാബുവേ സാബുവേ ഞാൻ കേരളമാ എന്ന് വിളിക്കുന്നത് കേട്ട് നമ്മുടെ സാബു ജേക്കബ് ഞെട്ടി ഉണർന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷിച്ചേ മതിയാവൂ എന്ന നിലയിലാണ് പുള്ളി കേരളത്തിലേക്ക് എത്തിയത്. തെറ്റിദ്ധരിക്കരുത്, ബാക്കി കേട്ടോളൂ. അതുകൊണ്ട് ഇപ്പോ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ഒരു മന്ത്രി സ്ഥാനമോ ഞാൻ ആവശ്യപ്പെട്ട കിട്ടും, എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തില്. കിട്ടും 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 എന്ന് പറഞ്ഞാൽ പുള്ളി വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ കയറി പുള്ളിയുടെ ഒരു സംഭാവന എത്രത്തോളം വലുതാണെന്നുള്ളത് ഇലക്ഷനിൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ പുള്ളിക്ക് കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു, രാജ്യസഭാ സീറ്റ് വേണോ, മന്ത്രിസ്ഥാനം വേണോ ജേക്കബേ, സാബുവേ എന്നൊക്കെ ചോദിച്ചപ്പം അതൊന്നും വേണ്ട, എനിക്ക് മന്ത്രിയും വേണ്ട രാജ്യസഭയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കേരളത്തെ ഒന്ന് രക്ഷിച്ചാൽ മതി എന്ന നിലയിലാണ് പുള്ളി ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നത്. അത്രമേൽ നല്ലൊരു മനുഷ്യനാണ് സാബു ജേക്കബ് സാറ്. തീർന്നില്ല കേട്ടോ, ബാക്കി കേട്ടോളൂ. ഈ തവണ എന്നോട് PM-ന്റെ ഓഫീസിൽ നിന്ന് അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് നിർബന്ധമായിട്ട് ഞാൻ മത്സരിക്കണം, എനിക്ക് ആവശ്യമുള്ള 140 മണ്ഡലങ്ങളിൽ ഏത് സീറ്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് തന്നു. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം എന്നെ പോലെ 2020 പാർട്ടിക്ക് അവർ തരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണത്. എന്നെക്കാളും കാണും ചന്തമുള്ള കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ആ വരിയൊക്കെ മറന്നുപോയി. എന്നെക്കാളും ചന്തമുള്ള ഉണ്ടല്ലോ നിനക്ക്, എന്നിട്ട് നിന്നെ കെട്ടാൻ ആരും വരാത്ത എന്താണെന്നാണ് ചോദിച്ചത്. ഇവിടുത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടും മുരളീധരൻ സാറുമായിട്ടും ഒന്നുമല്ല സാബു ജേക്കബിന് പിടുത്തം. പ്രധാനമന്ത്രിയുടെ ആഫീസും ആഭ്യന്തരമന്ത്രിയുടെ ആഫീസുമാണ് സാബു ജേക്കബ് സാറിനോട് പറഞ്ഞത് 140 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലം വേണമെങ്കിലും സാബു ജേക്കബ് സാർ മത്സരിച്ചോളാൻ. കാരണം അവർക്കറിയാം എവിടെ നിന്നാലും വൻ ഭൂരിപക്ഷത്തോടെ പുള്ളി തിരഞ്ഞെടുക്കപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ വെച്ചത്. പക്ഷേ പുള്ളി വാങ്ങിച്ചില്ല കേട്ടോ. പാർട്ടിക്ക് അവർ തരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ അംഗത്വമോ അല്ലെങ്കിൽ തുടർന്ന് മന്ത്രിയാകുന്നതിനോ അതിനൊന്നും തടസ്സങ്ങളില്ല. പക്ഷെ അത് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ലക്ഷ്യം, ഞാനിപ്പോൾ ഒരു MP ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു MLA ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു MLA ആയ ഒരു പ്രദേശത്തിന്റെ മാത്രം MLA ആകുകയാണ്, ഒരു MP ആയ ഒരു പ്രദേശത്തിന്റെ MP ആവുകയാണ്, ഒരു മന്ത്രിയായ ഒരു വകുപ്പിന്റെ മാത്രമായിട്ട് ഞാൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആവുകയാണത്. അതേ സമയത്ത് അതാണ് പ്രധാനമന്ത്രി ആയാലോ ഒരു രാജ്യത്തിൻ്റെ മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. ആഭ്യന്തരമന്ത്രി ആയാലോ അതൊരു വകുപ്പിൻ്റെ മാത്രമായി മാറും. എന്ന് വെച്ചാൽ
സാബു ജേക്കബിന് ഇനി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ കൊണ്ടുപോയി രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ പോലും പുള്ളിയെ അത് ചുരുക്കിക്കളയാണ്. ചുരുക്കി ദേ എന്ന ഒരു കിരീടവുമില്ലാത്ത സാബു ജേക്കബ് ആ കേരളത്തിന്റെ മൊത്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ. ഏത് വകുപ്പുകളിലും നമുക്ക് ഇടപെടാൻ സാധിക്കും. ആ അപ്പോ ഈ പറയുന്ന 140 MLA-മാരും അതുപോലെ തന്നെ 20 MP-മാരും ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ 2 മന്ത്രിമാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സാബു ജേക്കബ് ഇവരെക്കാൾ എല്ലാം ശക്തമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മന്ത്രിസ്ഥാനമോ MP സ്ഥാനമോ MLA സ്ഥാനമോ ഒന്നും ആഗ്രഹിക്കാതെ മത്സരത്തിൽ നിന്ന് മാറി നിന്നത്. ഞാൻ എന്ന ഭാവങ്ങളെ എന്നും പറഞ്ഞൊരു പാട്ടില്ലേ പണ്ട്. അടിയന്തരമായി ഡോക്ടറെ കാണിച്ച് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് വളരെ പെട്ടെന്ന്. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് എന്ന് പതിക്കും. ഇതാണ് ഗുരുവിൻ്റെ അവസ്ഥ. ഇനി ശിഷ്യയുടെ അവസ്ഥ ഒന്ന് കാണണം. അത് കാണാതെ പോരുത്. അതുകൂടെ കണ്ടോളൂ. സാബു സാറിന്റെ കാര്യം തന്നെ എടുത്താൽ കിറ്റക്സ് 15,000-ലധികം പേർക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഒരു ഗ്രാമമാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുണ്ട്. അത്ര ആളുകൾക്ക് ജോലി കൊടുത്തോണ്ടിരുന്ന സ്ഥലമാണ് കിറ്റക്സ്. അത് പോലും ഇവിടുന്ന് പല രീതിയിൽ അവർ മാറ്റാൻ അവരിങ്ങനെയൊക്കെ നോക്കിയിട്ടും കിറ്റക്സ് അടച്ചു പൂട്ടാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എനിക്ക് ചേട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല, കിറ്റക്സ് അടച്ചു പൂട്ടാൻ അവർ കണ്ടുപിടിച്ച കാരണം എന്താണെന്നറിയോ? പഴയ നിയമത്തിൽ, നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്താന്ന് തോന്നുന്നു, ഉണ്ടായിരുന്ന നിയമത്തിൽ ഈ നമ്മൾ ഇതുപോലുള്ള വ്യവസായ സ്ഥലങ്ങളിൽ ഈ തുപ്പൽ കോളാമ്പി വേണം എന്നുണ്ടായിരുന്നു. അതൊരു മസ്റ്റായിരുന്നു. ഇവരുടെ അത് എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ചിട്ട് ഇവരുടെ ആ ഇൻഡസ്ട്രിയിൽ തുപ്പൽ കോളാമ്പി ഇല്ല. ആ പേരിലാണ് ആ സ്ഥാപനം, കിറ്റക്സ് എന്ന സ്ഥാപനം, ഈ നാട്ടിൽ നിന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചത്, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയത് എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ തോന്നുന്നത്? മലിനീകരണത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. തുപ്പൽ കോളാമ്പി ഇല്ലാത്തതിനെ വ്യവസായ ഫാക്ടറി അടച്ചുപൂട്ടാൻ ശ്രമിച്ചു. ഇതാണ് ശിഷ്യ പറയുന്നത്. ഞാൻ ആദ്യം ശിഷ്യയുടെ വീഡിയോയാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു ഈ ചെറുപ്പക്കാരാണല്ലോ, സാബു ജേക്കബിനെയും കുറച്ച് പ്രായമായെന്ന് പറയാം, എന്തായിരിക്കും ഈ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഗുരുവിനെ കണ്ടത്. ഗുരുവിനെ കണ്ടപ്പോഴാണ്, ഗുരുവിനെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും അസ്വസ്ഥത ശിഷ്യയ്ക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. നിങ്ങൾക്കും തോന്നുക ആ ആശ്വാസമായിരിക്കും.